വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റേഷ്യോ അനാലിസിസുമായി ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ റേഷ്യോ അനാലിസിസിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻസൊക്കെ നമുക്ക് നോക്കിയിട്ട് പോകാം. റേഷ്യോ അനാലിസിസിൽ എന്താണ് റേഷ്യോ അനാലിസിസ്? ഓക്കെ, എ റേഷ്യോ റെപ്രസെൻറ്റ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ ഫിനാൻഷ്യൽ മെട്രിക്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ രണ്ടോ അതിലധികമോ ഫിനാൻഷ്യൽ മെട്രിക്സ് തമ്മിൽ താരതമ്യപ്പെടുത്തിയതിന് ശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുമായി താരതമ്യപ്പെടുത്തുന്നതാണ് ഈ ഒരു റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിന് ഓരോരോ വാരിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഓരോ കാറ്റഗറി ആയിട്ടാണ് അവരെന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികമോ രണ്ടിലധികമോ ഫിനാൻഷ്യൽ മെട്രിക്സുമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുമായിട്ട് ഓരോ വർഷങ്ങളിലും താരതമ്യ പഠനം നടത്തും. അതൊക്കെ അവരുടെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള വലിയൊരു മെഷറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റേഷ്യോ അനാലിസിസിലെ ആദ്യത്തെ ലിക്വിഡിറ്റി റേഷ്യോസിനെ പരിചയപ്പെടാം. എന്താണ് ലിക്വിഡിറ്റി റേഷ്യോസ്? ലിക്വിഡിറ്റി റേഷ്യോസ് ക്യാൻ ഹെൽപ്പ് ടു മെഷർ എ കമ്പനീസ് എബിലിറ്റി ടു ഹാൻഡിൽ ഇറ്റ്സ് ഷോർട്ട് ടേം ഡെറ്റ് കൈകാര്യം ചെയ്യാൻ. അതായത് ഷോർട്ട് ടേം ഡെറ്റ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് എത്രയും പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ ഒരു കമ്പനിയെ സഹായിക്കുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഹയർ ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനി ഈസ് ഹൈലി റിച്ച് ഇൻ ക്യാഷ്. കമ്പനിയുടെ കയ്യിൽ ധാരാളം പണമുണ്ടെന്നാണ് കേട്ടോ. ലിക്വിഡിറ്റി റേഷ്യോസിനെ സംബന്ധിച്ച് ലിക്വിഡിറ്റി റേഷ്യോസ് ഹൈ ആണെങ്കിൽ അവർക്ക് ഹൈ പെർസെൻറ്റേജ് എന്തുണ്ട്, ക്യാഷ് കയ്യിലുണ്ട്. സോ അവർക്ക് എന്തും മീറ്റ് ചെയ്യാൻ പറ്റും. അവർ ഫിനാൻഷ്യലി വളരെ വയബിളാണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസ് കാണാനുള്ള ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് ടൈപ്പുകളുണ്ട് കേട്ടോ. ലിക്വിഡിറ്റി റേഷ്യോസ് പലതരത്തിലുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെയാണ് കറൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കറൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് റേഷ്യോ ഈക്വൽസ് കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ഇത് റിലേഷൻഷിപ്പ് എന്താണ്? കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ലിക്വിഡിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് ബീയിങ് ഏബിൾ ടു മീറ്റ് ഇറ്റ്സ് ഡെറ്റ് ഒബ്ലിഗേഷൻസ് വരുന്ന വർഷങ്ങളിൽ അവരുടെ ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ഡെറ്റ് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ ഉള്ള കമ്പനിയുടെ എബിലിറ്റീനെ കുറിക്കുന്നതാണ് ഈ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ ഓർത്തിക്കുക. കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അടുത്തത് ക്വിക്ക് റേഷ്യോ ആണ്. ക്വിക്ക് റേഷ്യോയുടെ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ക്യാഷും അതിന് തത്തുല്യമായതും പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് അക്കൗണ്ട്സ് റിസീവബിൾ ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ് ക്വിക്ക് റേഷ്യോ കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ക്വിക്ക് റേഷ്യോന് വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ കറണ്ട് അസറ്റ്സ് നിന്ന് ഇൻവെൻറ്ററീസിൽ മൈനസ് ചെയ്തിട്ട് കറണ്ട് ലയബിലിറ്റീസ് ഡിവൈഡ് ചെയ്താലും എന്ത് കിട്ടും? ക്വിക്ക് റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പോൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് അക്കൗണ്ട് റിസീവേഴ്സിനെ ക്വിക്ക് അസറ്റ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ക്വിക്ക് അസറ്റ്സ് ആണ് ഈ പറയുന്നത്. അപ്പോൾ അതിനെ കറണ്ട് ലയബിലിറ്റീസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ്? ക്വിക്ക് റേഷ്യോ കിട്ടും. കറണ്ട് അസറ്റ്സ് മൈനസ് ഇൻവെൻറ്ററീസ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാലും ക്വിക്ക് റേഷ്യോ ആണ്. ദിസ് റേഷ്യോ ഹെൽപ്സ് ബിസിനസ് ടു അസർട്ടൈൻ ഇൻഫോർമേഷൻ അബൌട്ട് ഒരു കപ്പാസിറ്റി ടു മീറ്റ് ടു പേ ഓഫ് ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് ഒരു ഇമ്മീഡിയറ്റ് ബേസിസിൽ കൊടുത്തു തീർക്കാനുള്ള കമ്പനിയുടെ എബിലിറ്റി. ഈ കമ്പനി ഹാസ് എ ഗുഡ് റേഷ്യോ ഉണ്ടെങ്കിൽ അവർ എബവ് 1 ആണ് കാണിക്കുക എന്നാണ് പറയണത് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വിക്ക് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വിക്ക് റേഷ്യോ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് അക്കൗണ്ട്സ് റിസീവബിൾ ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്, അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സ് മൈനസ് ഇൻവെൻറ്ററീസ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ക്വിക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി അങ്ങനെയും പറയാറ്. ഓക്കെ, പിന്നെ ക്യാഷ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. ആയിട്ടുള്ള ലിക്വിഡ് റേഷ്യോ അറിയപ്പെടുന്നതാണ് ക്യാഷ് റേഷ്യോ. ക്യാഷ് റേഷ്യോയിലുള്ളത് ക്യാഷ് പ്ലസ് ക്യാഷ് ഇക്വലൻസ്, ക്യാഷും ക്യാഷിൻ്റെ തത്തുല്യമായതും ഡിവൈഡഡ് ബൈ ടോട്ടൽ കറണ്ട് ലയബിലിറ്റി ആണ് കേട്ടോ ക്യാഷ് റേഷ്യോ, അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറയും. അത് കാണുന്ന ഫോർമുല ക്യാഷ് പ്ലസ് ക്യാഷ് ഇക്വലൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് ആണ്. 0.5:1 ആണ് ഗുഡായിട്ട് പറയാറുള്ളത്. ഓക്കെ, അടുത്തത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ റേഷ്യോ ആണ്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻസ് എന്ന് വന്നുള്ള ക്യാഷ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് തന്നെയാണ്. അതായത് ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ്, ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഓക്കെ, അടുത്തത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നും
ഭിന്നമായിട്ട് പ്രോഫിറ്റബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റേഷ്യോസാണ് ഇനി പറയുന്നത്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് അത് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന കമ്പനിയുടെ എബിലിറ്റിയായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് ഗ്രോസ് പ്രോഫിറ്റ് മാർജിനായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 വെച്ച് കാണാം. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ റേഷ്യോ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ് ബേസെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ റേഷ്യോ വരിക. ഇതന്നെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആകുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. എല്ലായിടത്തും നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണെന്ന് വളരെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്, രണ്ട് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്, പിന്നെ ഓപ്പറേറ്റിംഗ് റേഷ്യോസ് ഉണ്ട് കേട്ടോ. ഓപ്പറേറ്റിംഗ് റേഷ്യോസ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ റേഷ്യോ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്താണെന്ന് അറിയണം. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റും ടാക്സും അടയ്ക്കുന്നതിന് മുമ്പുള്ള ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്, അതാണ് EBIT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് ഈ നെറ്റ് സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്, അതായത് EBIT ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. EBIT ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. EBIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അടുത്തത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്മെൻറ്റ്, എത്രത്തോളം ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തു അതൊന്ന് റിട്ടേൺ ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ROC എന്നറിയപ്പെടുന്ന ഏർണിങ്സ് ബിഫോർ, എവിടെയും EBIT ആണ്. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഡിവൈഡഡ് ബൈ എത്ര ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തു ഇൻറ്റു 100. അത് കണ്ടു കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഓക്കെ, അടുത്തത് പറഞ്ഞ് റിട്ടേൺ ഓൺ അസറ്റുമായി ബന്ധപ്പെട്ടതാണ്. റിട്ടേൺ ഓൺ അസറ്റ് പറഞ്ഞാൽ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് ഇൻറ്റു 100 ആണ് റിട്ടേൺ ഓൺ. ഒരു അസറ്റ്സ് എന്നുള്ള റിട്ടേണിനെ കുറിച്ച് കാണണമെങ്കിൽ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് ഇൻറ്റു 100 ആണ്. ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണെങ്കിൽ നെറ്റ് ഇൻകം ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഇൻറ്റു 100 ആണ് ഇക്വിറ്റിയിൽ നിന്നുള്ള റിട്ടേൺ പെർസെൻറ്റേജ് ആയിട്ട് കാണുന്നത്. പിന്നെ അടുത്ത ടൈപ്പ് സോൾവെൻസി റേഷ്യോസ് ആണ്. സോൾവെൻസി റേഷ്യോ വെദർ എ കമ്പനി ഒരു സോൾവെൻ്റ് ആണോ, അത് ക്യാപ്പബിൾ ആണോ അവരുടെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ് സോൾവെൻസി റേഷ്യോ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ടോട്ടൽ ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ആണ്. ടോട്ടൽ ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ആണ്. അതിന് ഡെറ്റ് ടു അസറ്റ്, ഡെറ്റ് ടു അസറ്റ് എന്ന് വെച്ചാൽ അസറ്റ്സുമായി ബന്ധപ്പെട്ട ഡെറ്റ്, ടോട്ടൽ ഡെറ്റ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് ആണ് ഡെറ്റ് ടു അസറ്റ്സ്. പിന്നെ ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ ഡെറ്റ് സർവീസ് ആണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈക്വൽസ് നേരത്തെ പറഞ്ഞ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്, അതുപോലെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, അത് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. പിന്നെ വരുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ ടേൺ ഓവറുമായി ബന്ധപ്പെട്ടുള്ള റേഷ്യോസാണ്. ഹൗ എഫിഷ്യൻ്റ്ലി ആൻ ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഹാവ് ബീൻ യൂസ്ഡ് ടു ജനറേറ്റ് ഇൻകം. എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഫിനാൻഷ്യൽ അസറ്റ്സുകളെയും ലയബിലിറ്റീസിനും ഒക്കെ എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതാണ് ടേൺ ഓവർ റേഷ്യോയിൽ മീൻ ചെയ്യുന്നത്. ഫിക്സഡ് അസറ്റ് എങ്ങനെ നോക്കുന്നത്, അപ്പോൾ അതാണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. അവിടെ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഫിക്സഡ് അസറ്റ്സ് ആണ്. എത്ര ഫിക്സഡ് അസറ്റ് ഉണ്ടോ അതിൻ്റെ ആവറേജ് ആണ്. നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഫിക്സഡ് അസറ്റ്സ് ആണ് ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോയിൽ പറയുന്നത്. ഇൻവെൻറ്ററി ടേൺ ഓവർ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രീസ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രീസ്. റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾസ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ ടേൺ ഓവർ നെറ്റ് സെയിൽസ് ആണ് ഇവിടെ ടേൺ ഓവർ ഉള്ളത്, അപ്പോൾ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. പിന്നെ എന്തൊക്കെ പേയബിൾ ടേൺ ഓവർ റേഷ്യോ എന്ന് വെച്ചാൽ പർച്ചേസസ് ഡിവൈഡഡ് ബൈ അക്കൗണ്ട്സ് പേയബിൾ ആണ്. ഓക്കെ,
പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏർണിങ്സ് റേഷ്യോ നമുക്ക് നോക്കാം കേട്ടോ. ഏർണിങ്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിറ്റർമിൻ ദ റിട്ടേൺസ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ ജനറേറ്റ് ഫോർ ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ഏർണിങ്സിനെ കുറിച്ചിട്ട്. പ്രോഫിറ്റ് ഏർണിംഗ് റേഷ്യോ മാർക്കറ്റ് പ്രൈസിൽ എത്ര ഷെയർ ഉണ്ടോ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ ആണ്. അത് മാർക്കറ്റ് പ്രൈസിൽ ഉള്ള പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ ആണ് പ്രോഫിറ്റ് ഏർണിംഗ് റേഷ്യോ. ഇനി EPS എന്നറിയപ്പെടുന്ന ഏർണിങ്സ് പെർ റേഷ്യോ എന്താണെന്ന് നോക്കാം. അത് നെറ്റ് ഇൻകത്തിൽ നിന്ന് പ്രിഫേർഡ് ഡിവിഡൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ച് വെയ്റ്റഡ് ആവറേജ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസുമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് എ കമ്പനി ജനറേറ്റ്സ് ഫോർ ഈച്ച് ഷെയർ ഹോൾഡർ. അവിടെ ഒരു ഹയർ റേഷ്യോ ആണെങ്കിൽ ബെറ്ററാണ്, പെർഫോമൻസ് എപ്പോഴും ബെറ്റർ ആയിരിക്കും. ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ എന്താണെന്ന് നോക്കാം. ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഷെയർ പ്രൈസ് ഇൻറ്റു 100 ആണ്. ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഷെയർ പ്രൈസ് ഇൻറ്റു 100 ആണ് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ. ഡിവിഡൻഡ് പേ ഔട്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവിഡൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഇൻകം ഇൻറ്റു 100 ആണ്. ടോട്ടൽ ഡിവിഡൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഇൻകം ഇൻറ്റു 100 ആണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇക്വേഷൻസൊക്കെ നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് പഠിക്കാം കേട്ടോ. ചില ക്വസ്റ്റ്യൻസൊക്കെ ഇതിന്ന് കാണാറുണ്ട്, നമുക്ക് വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്